ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഇപ്പം ക്രിസ്മസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചലഞ്ചിങ് വീഡിയോ ഇട്ടിരുന്നു എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന്. അവിടെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ആ ഒരു സ്ഥലം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ. ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തത്. ഇത് ഒരു ചതുരത്തിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ഒരു ചതുരമെന്നും പറയാം, റൗണ്ടെന്നും പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പുറത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഒരു ഇമേജ് വരയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. കാരണം അപ്പുറത്തെ സൈഡിൽ ഒരു നെയിമുണ്ട്, ബോട്ടിലിന് നെയിം വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു നെയിം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് പെയിൻറ്റ് ചെയ്യണത്. അപ്പം ഞാൻ ഈ ഒരു സാധനം പോക്കിയിട്ടില്ല കേട്ടോ. ഇതെനിക്ക് എങ്ങനെ പോക്കണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ പോക്കിയിട്ടില്ല. എന്നാലും ഇപ്പം നമുക്ക് ഇനി ബേസ് കോട്ട് കൊടുക്കാം ഇതിന്. ഇപ്പോൾ ഇവിടെ വെയിലാണ്, ഞാനിത് എവിടുന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് തണലത്തുനിന്ന് ചെയ്യാം. നമുക്ക് ബോട്ടിലെടുക്കാം. ഇതാ പെയിൻ്റൊക്കെ ഞാൻ ഒരു കപ്പിൽ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ബോട്ടിൽ ഇവിടെ ഉണ്ട്. ഇവിടെ പൊരിഞ്ഞ വെയിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് തണലത്ത് പോയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തണലത്ത് വന്നിരുന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിലാണ് പെയിൻറ്റ് കൊടുക്കാൻ പോണത്. അപ്പം ഞാനിപ്പോൾ തണലത്താണുള്ളത്. എൻ്റെ പെയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. കാക്കയുടെ ശബ്ദമുണ്ട് കേട്ടോ. ഞാൻ യെല്ലോ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് വന്ന യെല്ലോ ആണ്. പിന്നെ ഗ്രീനും. അപ്പോൾ ഗ്രീനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ്, വൈറ്റ്, പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു പെന്ന്, ഒരു ഡോട്ട്സ് ഇടാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടത്. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ബേസ് കോട്ട് അടിക്കുന്നുണ്ട്. നമുക്ക് ബേസ് കോട്ട് അടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ബേസ് കോട്ട് അടിച്ചു കേട്ടോ. ഇവിടെ അടിച്ചിട്ടില്ല, ഉണ്ടോ? ഇവിടെ അടിച്ചിട്ടില്ല. ഇവിടെ ഫുള്ളും നമ്മൾ അടിച്ചു കേട്ടോ. അപ്പം ഇനി ബേസ് കോട്ട് അടിച്ചത് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഇനിയിത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ട്രീ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രീ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് ഗൂഗിളിൽ ക്രിസ്മസ് ട്രീന്ന് അടിച്ചു നോക്കിയാൽ ഇമേജ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ട്രേസ് ചെയ്തെടുത്തതാണ്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, പക്ഷെ അത് ബോട്ടിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായി വരച്ചാൽ മതി. ഇപ്പം ഞാൻ ഒരു സാമ്പിൾ വരച്ച് വെച്ചതാണ്. ഇവിടെ ഒരു സ്റ്റാറും കൂടെ വരയ്ക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബോട്ടിൽ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ ഒരു ട്രേസിങ് പേപ്പർ നമ്മുടെ ഈ ഒരു ബോട്ടിൽമേൽ ഇങ്ങനെ വെച്ചിട്ട് ബോട്ടിൽമേലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ ബോട്ടിലിനെ ട്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ ഒന്ന് മാറ്റി നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരം ട്രീസായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറമെ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒരു കുഞ്ഞ് ട്രീ വരച്ചിട്ടുണ്ട്. എന്താ ഒരു കുഞ്ഞ് ട്രീ മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ നെയ്മും കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടമാണ് ചെയ്യുന്നത്. കാരണം ചില കുട്ടികൾക്കും ഇങ്ങനെ ബോട്ടിലാട്ടമൊന്നും ചെയ്യാൻ പറ്റണില്ല, കറക്റ്റ് ആവുന്നില്ല. ഇത് പോണം പെയിൻ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അതായത് പോണം അതൊന്നൊരു വിഷയമല്ല. നമ്മൾ ഇവിടെ വേറെ ഒരു പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേര് അക്ലിക് പേരാണ്, അക്ലിക് എന്നാണ്. അക്ലിക് ഫാബ്രിക് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം നല്ല പെയിൻ്റാണ് കേട്ടോ അത്. അതാ ഞാനിപ്പോൾ ഏകദേശം ട്രേസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ചെയ്യാം. എല്ലാ കുട്ടികളും, ചില കുട്ടികളൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. ഓക്കെ, എൻ്റെ അങ്ങൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് ഏത് പെയിൻ്റാണെന്ന്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലല്ലേ? അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ പേര് അക്ലിക് എന്നാണ്. അക്ലിക് ഫാബ്രിക് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കടയിലുള്ളവർ തരും. അപ്പം ഞാനിപ്പം ഈ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ആദ്യം ഈ ഒരു അടുപ്പത്ത് തന്നെ, എൻ്റെ കയ്യിൽ ഡാർക്ക് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കും കൂടെ കുറച്ച് ചേർത്ത് ഡാർക്ക് ഗ്രീനാക്കി മിക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കളറുണ്ട്, ഇത് സാരമില്ല. പക്ഷേ ബോട്ടിലിൽ സാധാ ഗ്രീന്, അതിലുള്ള ഗ്രീൻ തന്നെയാണുള്ളത്. നമുക്ക് വേഗം പെയിൻറ്റ് ചെയ്താലോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഇതുപോലത്തെ ഒരു ബ്രഷാണുള്ളത്, ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. എന്നാൽ ഞാൻ ഇതാണ് കൊണ്ടുവന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു ഇത്തിരി മണ്ണ് പോലെ ചെറിയൊരു കളർ കൊടുക്കണം. അവിടെ ഞാൻ ഒരു ബ്രൗൺ കളറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ കയ്യിൽ ബ്രൗൺ ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റെഡും യെല്ലോവും അക്ലിക് പെയിൻ്റാണ് വേണ്ടത്. രണ്ടും കൂടി കൂട്ടി യോജിക്കുമ്പം ഓറഞ്ച് കളറാവും. അതിലേക്ക് ഇത്തിരി ഈ ഒരു ഗ്രീൻ ചേർത്ത് കൊടുത്താൽ നമുക്ക് ബ്രൗൺ കളർ കിട്ടും. അപ്പോൾ ഞാൻ ട്രീ വരച്ചു, ഇനി നമുക്ക് ആ ബ്രൗൺ കളർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ കളറ് ഇവിടെ റെഡിയായി, കണ്ടില്ലേ? ഇപ്പം കാണുന്നുണ്ടാവും. ഇപ്പോൾ ബ്രൈറ്റ്നെസ് കൂടുന്നുണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പം കാണാം. ഇതാണ് നമ്മുടെ ബ്രൗൺ കളറ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഞാൻ ഉണ്ടാക്കി എടുത്തത്. ഓക്കെ, അപ്പം ഈ ഒരു കളർ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബോട്ടിലിന്മേൽ അടിച്ചു കൊടുക്കാം. വൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മണ്ണാട്ടോ, പക്ഷേ അത് ഇത്തിരി കുളമായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ മരത്തിൻ്റെ അവിടെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്റ്റാർ വരയ്ക്കണം ഈ ഒരു അറ്റത്ത്. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇത് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇവിടെ ഞാൻ വെയിലത്താണ് ബോട്ടിൽ വെച്ചിരിക്കുന്നത്, ഉണങ്ങാൻ വെച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായി കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇനി അടുത്തിടയ്ക്കുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.